ഓക്കെ. സോ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താ നോക്കാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാല് എന്താണ് സ്വിംഗ്. ഓക്കെ. ഇന്നത്തെ വീഡിയോയിലൂടെ എന്താണ് സ്വിംഗ്, അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ സ്വിംഗ് വർക്ക് ആവുന്നത്. സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയാണ് ഈ സ്വിംഗ് ട്രേഡ്സ് ഒക്കെ വർക്ക് ആവുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പൊ വീഡിയോയിലോട്ട് പോണതിന് മുമ്പ് തന്നെ ഈ വീഡിയോ ഇപ്പൊ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തോ. അതേപോലെ തന്നെ ഈ വീഡിയോ കഴിയുമ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണം. ഈ കാര്യങ്ങൾ നിങ്ങൾ മറക്കരുത്. ഓക്കെ. സോ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ആദ്യം തന്നെ എന്താണ് സ്വിംഗ് എന്ന് പറയാം. ഒരു സ്വിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡിങ്ങില് ഒരു കാൻഡിൽ, അതായത് ഒരു ചാർട്ടില് എല്ലായിടത്തും സ്വിംഗ് ആയിരിക്കും. സ്വിംഗ് അല്ലാത്ത ഒരു സ്ഥലം പോലും നിങ്ങൾ കാണില്ല. അത് ഏത് ചാർട്ട് ആയിക്കോട്ടെ, ഏതിന്റെ ചാർട്ട് ആയിക്കോട്ടെ, ഏത് മാർക്കറ്റും ആയിക്കോട്ടെ. ഇപ്പൊ ഇന്ത്യൻ മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഫോറക്സ് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റും ഇനി ഷെയർ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. ഏത് മാർക്കറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതേപോലെ തന്നെയായിരിക്കും മാർക്കറ്റ് ഉണ്ടാവുക. എല്ലായിടത്തും സ്വിംഗ് ഉണ്ടാവും. ഓക്കെ. സോ നമുക്ക് സ്വിങ്ങിനെ കുറിച്ച് പഠിക്കാം. ഒരു സ്വിങ്ങില് ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഹയർ ഹൈ ഉണ്ടാവും, ഒരു ഹയർ ലോ ഉണ്ടാവും. ഓക്കെ. ഇതാണ് ഒരു സ്വിങ്. അല്ലെങ്കിൽ ഒരു ഹയർ ഹൈ ഉണ്ടാവും, ഒരു ഹയർ ലോ ഉണ്ടാവും, വീണ്ടും ഒരു ഹയർ ഹൈ ഉണ്ടാവും. ഇതാണ് ഒരു സ്വിങ്. ഓക്കെ. സോ ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ വരച്ച് കാണിച്ചു തരാം. ഇവിടെ നോക്കിക്കോ. ഇതാണ് ഒരു സ്വിങ്. സോ ഇതിൽ എവിടെയാണ് ഹയർ ഹൈയും ഹയർ ലോ ഉള്ളത്? ഇതാണ് ഒരു സ്വിങ് കേട്ടോ. ഇതില് ഹയർ ഹൈ വരുന്നത് ഇവിടെയാണ്, ഹയർ ലോ വരുന്നത്. ഓക്കെ. ഞാൻ കളർ മാറ്റി കാണിച്ചു തരാം. ഇവിടെയാണ് ഹയർ ലോ വരുന്നത് കേട്ടോ. അതായത് HL, ഹയർ ലോ. HL, ഹയർ ലോ വരുന്നത് ഇവിടെയാണ്. ഇനി ഹയർ ഹൈ വരുന്നതോ? ഹയർ ഹൈ വരുന്നത് ഇവിടെയായിരുന്നു. HL അല്ല, HH, ഹയർ ഹൈ ഇവിടെയാണ് വരുന്നത്. ഓക്കെ. സോ ഇവിടെ വന്നു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു. അതായത് ഇവിടെ വന്നിട്ട് ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, മാർക്കറ്റ് ഇറങ്ങി ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഹയർ ഹൈ ബ്രേക്ക് ചെയ്തു. സോ ഇനി അടുത്ത ഹയർ ഹൈ എവിടെയാ വരിക? അടുത്ത ഹയർ ഹൈ ഇവിടെയാണ് വരിക. HH ഇവിടെയാണ് ഇനി അടുത്ത ഹയർ ഹൈ വരിക. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഹയർ ഹൈയും ഹയർ ലോയും നമ്മളുടെ ട്രെൻഡ് ബേസിൽ, നമ്മൾ ട്രെൻഡ് ബേസ് ചാർട്ടിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഹയർ ഹൈയും ഹയർ ലോയും വരിക എന്നുള്ളത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഡൗൺ ട്രെൻഡ് ആണുള്ളത്. ഡൗൺ ട്രെൻഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഒരു ഡൗൺ ട്രെൻഡ് വരിക. ഓക്കെ. ഇതാണ് ഒരു ഡൗൺ ട്രെൻഡ്. സോ ഇവിടെ എങ്ങനെയാ വരിക? ഇവിടെയാണ് ഹയർ ലോ, HL, ഹയർ ലോ, സോറി, LH. ഓക്കെ. അതായത് ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതി കാണിക്കാം. LH, ലോവർ ഹൈ. സോ ഡൗൺ ട്രെൻഡിൽ നേരെ തിരിച്ചാണ് ലോവർ ഹൈ. ഓക്കെ. ലോവർ ഹൈ വരും. ഇനി ഇവിടെ എവിടെയാണ് ലോവർ ലോ വരിക? സോ ഇവിടെ ആയിരുന്നു ലോവർ ലോ ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ഇവിടെയാണ് LL വരിക, ലോവർ ലോ. എന്നിട്ട് ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ഉണ്ടാക്കി. അടുത്ത ലോവർ ലോ ഇവിടെ LL, ലോവർ ലോ ഉണ്ടാക്കി. അപ്പൊ അടുത്ത ലോവർ ഹൈ എവിടെ വരും? അടുത്ത ലോവർ ഹൈ ഇവിടെ ക്രിയേറ്റ് ആയി. അപ്പോ ഇവിടെയാണ് ലോവർ ഹൈ. ഇങ്ങനെയാണ് ഡൗൺ ട്രെൻഡിൽ വരിക. ഓക്കെ. ഡൗൺ ട്രെൻഡിൽ ഇങ്ങനെയാണ് വരിക. നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് എന്ത് ക്രിയേറ്റ് ചെയ്യും? ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യും, പിന്നെ ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്യും. ഇങ്ങനെയാണ് അപ് ട്രെൻഡിൽ പോവുക. സൈഡ് വേസ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? നമ്മൾ സൈഡ് വേസ് ട്രെൻഡിൽ മനസ്സിലാക്കി, ഒരു ഹയർ ഹൈ ഉണ്ടാക്കും, ഒരു ഹയർ ലോ ഉണ്ടാക്കും, ഒരു ഹയർ ഹൈ ഉണ്ടാക്കും, ഒരു ഹയർ ലോ ഉണ്ടാക്കും, ഹയർ ഹൈ ഹയർ ലോ. അങ്ങനെയാണ് സൈഡ് വേസ് ട്രെൻഡും പോവുക. സോ സൈഡ് വേസ് ട്രെൻഡ്, ഈ ട്രെൻഡുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ സ്വിങ്ങിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഈ സ്വിങ്ങിൽ ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് ചാർട്ടിൽ കാണിച്ചു തരാം എങ്ങനെയാണ് സ്വിങ്ങില് ചാർട്ടിൽ സ്വിങ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഡൗൺ ട്രെൻഡ് നോക്കാം. സോ ഡൗൺ ട്രെൻഡ് നോക്കിക്കോ. ഇവിടെ ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു, ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, അടുത്തത് ലോവർ ലോ ക്രിയേറ്റ് ചെയ്യും. ഇതാണ് ഡൗൺ ട്രെൻഡ്. ഇനി അപ് ട്രെൻഡ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. അപ് ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ഹയർ ഹൈ ഹയർ ലോ, 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 ഹയർ ഹൈ ഹയർ ലോ. ഇങ്ങനെയാണ് അപ്
ട്രെൻഡില് ഇങ്ങനെയാണ് വർക്ക് ആവുന്നത്. സോ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്വിങ്സ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവും. നമ്മൾ സ്വിംഗ് ട്രേഡ്സ് എങ്ങനെയാ അറിയാം ഇടുക. സോ സ്വിംഗ് ട്രേഡ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിക്കോ, ഈ ഒരു സ്വിങ്ങിന്റെ അകത്ത് ഒരു OB ഉണ്ടായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഒരു FEG ഉണ്ടായിരിക്കും. എന്നിട്ട് ഈ മാർക്കറ്റ് എന്ത് ചെയ്യും? ഇപ്പൊ ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തില്ലേ, ഈ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്ന മാർക്കറ്റ് ഇങ്ങനെ ഇറങ്ങി വരും. ഒന്നില്ലെങ്കിൽ FEG മറ്റിഗേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് മേളിലോട്ട് പോവും. ഇല്ല എന്നുണ്ടെങ്കിൽ നേരെ എന്ത് ചെയ്യും? ഇത് ഇവിടെ വരും, OBയിൽ വന്ന് ടച്ച് ചെയ്ത് ഒന്നില്ലെങ്കിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തിട്ട് പോകും, അല്ലെങ്കിൽ ലിക്വിഡിറ്റി റണ്ണ് നടക്കും ഇവിടെ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മള് എന്തിടുക? സ്വിങ്സിൽ ട്രേഡ് ഇടുക. ബട്ട് ഇപ്പൊ ആരും സ്വിങ്സിൽ ട്രേഡ് ഇടാൻ പോണ്ട. സ്വിങ്സിൽ ട്രേഡ് ഇടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. നിങ്ങൾക്ക് ഇപ്പൊ OB അറിയില്ല, FEG അറിയില്ല, IFEG അറിയില്ല, ഇൻവാലിഡ് FEGസും കാര്യങ്ങളും ഒന്നും അറിയില്ല, ലിക്വിഡിറ്റി എന്താണെന്ന് അറിയില്ല, ലിക്വിഡിറ്റി സ്വീപ്പ്, ലിക്വിഡിറ്റി റൺ ഒന്നും അറിയില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഇപ്പൊ ട്രേഡ് ഇടാനേ പോണ്ട. ഇങ്ങനെ നോക്കിയിട്ട് ട്രേഡ് ഇടാനേ പോണ്ട. FEG ഒക്കെ പുറത്ത് തപ്പിയാൽ കിട്ടും, പക്ഷെ എല്ലാ FEGസും വർക്ക് ആവില്ല. ഇപ്പൊ ആരും ട്രേഡ് ഇടണ്ട. ഇപ്പൊ എന്താണ് സ്വിംഗ് എന്നുള്ളത് മാത്രം പഠിക്കുക, നിങ്ങളെ നോട്ടിൽ എഴുതി വെക്കുക സ്വിംഗ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇങ്ങനെ കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. സോ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായല്ലോ സ്വിംഗ് എന്താന്നുള്ളത്. നമ്മളെ ട്രേഡിങ്ങില് സ്വിംഗ് എൻട്രീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹൈ ടൈം ഫ്രെയിംസിൽ ലോങ് ട്രേഡ് ആയിട്ട് സ്വിംഗ് ട്രേഡ്സ് നമ്മൾ എടുക്കാറുണ്ട്. നമ്മളെ ഗ്രൂപ്പിൽ തന്നെ നമ്മൾ ഷെയർ ചെയ്യാറുണ്ട്. നമുക്ക് കിട്ടുമ്പോഴൊക്കെ നമ്മൾ സ്വിംഗ് ട്രേഡ്സും കാര്യങ്ങളും എടുക്കാറുണ്ട്. ഓക്കെ, സോ ഗൈസ്, ഇന്നത്തെ നമ്മളെ സ്വിംഗിന്റെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. സോ സ്വിംഗ് എല്ലാവർക്കും എന്താന്ന് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ സ്വിംഗിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്കോഡിന്റെ ലിങ്കും കാര്യങ്ങളും താഴെ ഡിസ്കോഡിൽ വന്നിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും. അതുവരേക്കും സൈനിങ് ഔട്ട്.